പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ, അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിന് വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാനും പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസ്ഥയിൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കളതെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ഭൂതം, വർത്തമാനം, ഭാവി, ഈ വിഷയങ്ങളിലുള്ള ദൈവത്തിൻ്റെ നിരീക്ഷണം, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണം, അത് ആധ്യാത്മിക ജീവിതത്തിലുണ്ടാകുന്ന ഔന്നത്യം ഈ ദിവസം ചർച്ചയാക്കിയത്. ഇന്ന് അതിനോടനുബന്ധിച്ച് മറ്റൊരു വചനമാണ് നമ്മൾ ചർച്ചയാക്കുന്നത്. ഹെബ്രായർ 4:13. അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്.
വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഒരു വിഷയം, ദൈവം നമ്മുടെ ഭാവിയെ വർത്തമാനം പോലെ കാണുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ചിറക്ക് സാവധാനത്തിലാകാൻ കാരണം. ചില പറയത്തില്ലേ, അച്ഛൻ പറഞ്ഞില്ല ഉടമ്പടി ഉടനടി പരിഹാരമെന്ന്, പക്ഷേ അത്രയും വലിയ മാറ്റം ഉണ്ടായില്ല എന്ന് പറയും. അപ്പോൾ അനേകം മക്കൾക്ക് കൃപാസനം പത്രത്തിലുള്ള ഫ്രണ്ട് പേജും സെക്കൻഡ് പേജും ഉള്ള എല്ലാം ഉടമ്പടി ഉടനടി പരിഹാരമുള്ളത് തന്നെയാണ്. അപ്പോൾ എന്നാലും കുറേ ആൾക്കാർക്ക് ഉടമ്പടിയിൽ ലാഗ് ചെയ്യുന്നുണ്ട്. അതൊരു കാരണം, നിങ്ങൾ ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് കുമ്പസാരവും ദാനപ്രവർത്തനവും ഒക്കെ ആയിട്ട് ജീവിച്ച് ആ ഒരു ടൈം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പോകും. പക്ഷെ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ആരാണെന്നുള്ള ദൈവത്തിന് അറിയാം. അതാണ് ഒറ്റ പ്രശ്നം, വലിയൊരു പ്രശ്നമാണത്. കാരണം അടുത്ത കൊല്ലം ഈ കാലങ്ങളിൽ നിങ്ങൾ ഇന്നത്തെ വിശുദ്ധി അടുത്ത കൊല്ലം ഉണ്ടാകുമോ? ശരിക്കും കാലത്തിനൊപ്പം വളരേണ്ടതല്ലേ വിശുദ്ധിയും ശക്തിയും ദൈവ ചൈതന്യവും. അടുത്ത കൊല്ലം ഒരു പക്ഷേ ഇതിനേക്കാൾ പണ്ടാരക്കുഴിയിലായിരിക്കും നിങ്ങൾ. ഇതിനേക്കാൾ പാപവും, ഇതിനേക്കാൾ തോന്നിവാസവും, ഇതിനേക്കാൾ ഭക്തിയും കുറവും, ഇതിനേക്കാൾ പരസ്നേഹം ഇല്ലായ്മയും അങ്ങനെയുള്ളൊരു അവസ്ഥ ആയിരിക്കും. പക്ഷെ ദൈവത്തിന് അത് ഇപ്പം അറിയാം, അതാ കുഴപ്പം. അപ്പം നിങ്ങൾ എന്ത് യേശുസ്തോത്രം പറഞ്ഞാലും ദൈവം ഏക്കാത്തതിൻ്റെ കാരണം അടുത്ത കൊല്ലം നിങ്ങൾ അതാത് ഇംഗിതത്തിനനുസരിച്ച് കൊണ്ട് അപ്പോഴപ്പോഴുള്ള ലാഭത്തിന് വേണ്ടി ദൈവത്തെ വിറ്റിട്ടുള്ള ആളായിരിക്കും. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ദൈവത്തെ വളരാൻ പറ്റത്തില്ല. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് വേറെ പല വചനങ്ങളുണ്ട്. സങ്കീർത്തനം 139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ, എനിക്ക് ഒരു രൂപം ലഭിക്കുന്ന മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എനിക്ക് രൂപം ലഭിക്കുന്ന മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഇത് പറയണത് എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾക്ക് അമ്മയുടെ ഉദരത്തിൽ രൂപം ലഭിക്കുന്നതിനെ കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് രൂപം കിട്ടത്തില്ല. ചില ആൾക്കാർ പറഞ്ഞില്ലേ ഒരു രൂപവും ഇല്ലച്ചാന്ന് പറയത്തില്ലേ. അപ്പോൾ നമുക്കൊരു വിഷയത്തെക്കുറിച്ച്, ഒരു തിന്മയെക്കുറിച്ച്, നമ്മൾ വീഴാൻ പോകുന്ന പാപത്തെക്കുറിച്ച് നമുക്കൊരു രൂപം കിട്ടണ മുമ്പ് തന്നെ നീ അതിൽ വീഴുമെന്ന് ദൈവത്തിന് അറിയാം. അതും ഒരു അപകടകരമാണ്. അത് ഈ ഉടമ്പടിയെ ശരിക്കും പിൻപിടുത്തം നടത്തണുണ്ട് ബാക്കിലേക്ക്. നീ ഇപ്പോഴീ കാര്യം കാണാൻ വേണ്ടി അഭ്യാസമൊക്കെ പറഞ്ഞാലും നിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ്, അപകടത്തിലാണ്. നീ നാളെ ദൈവത്തെ മറന്ന് ജീവിക്കും. അപ്പം അതുകൂടി ആ പഴുതുകൂടി അടച്ചാൽ ഉടമ്പടി സ്പീഡപ്പാകും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
1 തിമോത്തി 4:8. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ. 1 തിമോത്തി 4:8. ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ ബ്രീത്തിങ് ഒക്കെ കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. കുറച്ച് പ്രയോജനമുണ്ട്, കുറച്ച് പ്രയോജനമേ ഉള്ളു. എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വരാനിരിക്കുന്ന ജീവിതത്തെ കണക്കിലെടുക്കാതെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതിനകത്ത് ആത്മീയത ഉണ്ടാകത്തില്ല. വരാനിരിക്കുന്ന ജീവിതത്തെ എന്താണ്? അവിടെ കണക്ക് കൊടുപ്പിക്കലാണ് അവിടുത്തെ മെയിൻ സംഭവം. ഓഡിറ്റിങ് നടക്കുന്നത് അവിടെയാണ്. വരാനിരിക്കുന്ന ജീവിതത്തെ സുവിശേഷവിഹിതമായി ഒരു ഗോസ്പൽ ഓഡിറ്റിങ് നിൻ്റെ ജീവിതം നടത്തി കഴിഞ്ഞാൽ സുവിശേഷവിഹിതമായി ഓഡിറ്റിങ് ഉണ്ടാകുമല്ലോ അവസാനം. ആ ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നയിച്ച ജീവിതം ചിലപ്പോൾ അത് ആത്മീയ ജീവിതമാണെന്ന് പറയാൻ പറ്റത്തില്ല. അതെന്താ കാര്യം? ദൈവാത്മാവിനെ നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമാണ് ആത്മീയ ജീവിതം എന്ന് പറയാൻ പറ്റണത്. എന്താണ് ഇതറിയണമെങ്കിലേ, ഇപ്പോൾ ഈശോ തന്നെ അപ്പോസ്തലന്മാരെ വിട്ടില്ലേ? ഒരു വിഷയം ലോകായികമായിട്ടും കൈകാര്യം ചെയ്യാം, ആത്മീയമായിട്ടും കൈകാര്യം ചെയ്യാം. ഉടമ്പടി ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് 2 ഓപ്ഷൻസ് ഇല്ല, ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ അപ്പോസ്തലന്മാർ വിട്ടപ്പോൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഇപ്പോൾ സമറിയയിലേക്ക് അപ്പോസ്തലന്മാർ പോയി. അപ്പോൾ സമറിയക്കാർ പറഞ്ഞു നിങ്ങളെ വിടത്തില്ല. എന്താ കാര്യം? നിങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അപ്പോസ്തലന്മാരെന്ത് ചെയ്യും? അവർ അവസാനം അപ്പോസ്തലന്മാരുടെ സ്റ്റാൻഡ് മറന്നിട്ട് പറയും കർത്താവിനോട് തിരിച്ചു വന്നിട്ട് അവർ ക്ഷോഭിക്കും. അതിനെന്താ ക്ഷോഭിക്കണത്? എന്താ പറയണത്? ഇവർ തീയും ഗന്ധകവും ഇറക്കി ഇവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ. അപ്പോൾ അപ്പോസ്തലന്മാരാണെങ്കിലും അത് ആത്മീയത അല്ല, ശരിക്കും അത് ലൗകികതയാണ് അല്ലേ? അത് 9:25 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം ലൂക്ക 9:54. ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ നശിപ്പിക്കട്ടെ എന്നല്ല പറയണത്. അപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകും. പറയും ദൈവമേ എന്തുമാത്രം ആൾക്കാരെ മണ്ടിയിടിച്ച് ചാകണം, ഈ ശവം ഇപ്പോഴും കുത്തിയിരിക്കണമല്ല പറയാം. അത് മതി. അവരോട് ഉടമ്പടി അവിടുത്തെ ബ്രേക്കായി. നിങ്ങളുടെ ഉടമ്പടിയുടെ കാര്യത്തിൽ തീരുമാനമായി. വയ്യാപേരികളെ വഴിയെ പോണവർ വന്ന് എടുക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം അതാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു നിലപാടുകാർക്ക് ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പിശാചുമായിട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവമായിട്ടാണ്, അമ്മയുടെ മധ്യസ്ഥത. ആ ഒരു ബോധം ഉണ്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ബ്രേക്കാകാതിരിക്കും. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മൾ പോണ കാര്യം നമ്മുടെ ഈഗോ അനുസരിച്ച് സാധിക്കുകയല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഉടമ്പടി ബ്രേക്കാകരുതെന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എന്താണ്? ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടി ബ്രേക്ക്. അതുകൊണ്ടാണ് അവരിത്രയുമൊക്കെ ശാഠ്യം പിടിച്ച് പറഞ്ഞെങ്കിലും ഒരു വാക്ക് പോലും ആ മനുഷ്യനോട് പരാതി പറയാതെ അവർ തിരിച്ചു പോരാൻ കാര്യം എന്താണ്? അവർ ഉടമ്പടിയിലായതുകൊണ്ടാണ്. ഇപ്പം ഈശോ പറഞ്ഞില്ലേ 56:9-56 എടുത്ത്, അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. മറ്റൊരു ഗ്രാമത്തിലേ ഉള്ള സംഭവം. അപ്പോൾ ഈശോ എടുത്ത് ആ വിഷയം വന്നപ്പോൾ ഈശോ ആത്മീയമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അപ്പോസ്തലന്മാരത് ജഡികമായിട്ട് കൈകാര്യം ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയാണോ അല്ലയോ എന്ന് പറയണത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പിടികിട്ടിയ നിങ്ങൾ ഉടമ്പടിയിലാണോ അല്ലയോ എന്ന് ദൈവം തീരുമാനിക്കണത് നിങ്ങളുടെ വർക്ക്ഷോപ്പിലോ വർക്കിലോ സ്കൂളിലോ ഓഫീസിലോ നിങ്ങൾ ഒരു വിഷയം വന്നപ്പോൾ അതെങ്ങനെയാണ് ജഡികമായിട്ടാണോ ലൗകികമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അപ്പം ലൗകികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുല്ലുവില കൽപ്പിക്കണത്. ദൈവം ഉടമ്പടിക്ക് നിങ്ങൾ പുല്ലുവില കൽപ്പിക്കേണ്ടത്. പിന്നെ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് താല്പര്യം എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഉടമ്പടി നീണ്ടു പോണത്.
അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലേണം. എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഷിജി വർഗീസ്. ഞാൻ വരുന്നത് മലയാറ്റൂർ നിന്നാണ്. ഞാൻ 2019 മെയ് 17-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാൻ ഞങ്ങളുടെ കുടുംബം ഒത്തിരി തകർച്ചയിലായിരുന്നു. കാരണം സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും പിന്നെ എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസ ഉപരിപഠനത്തിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു ചേച്ചിയുടെ വരാനും, ആ ചേച്ചി ലൂസി എന്നാണ് ആ ചേച്ചിയുടെ പേര്, ആ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവരാനും, എനിക്ക് ഉടമ്പടീനെ കുറിച്ച് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് തന്നെ നീ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ 2019 തുടങ്ങി എൻ്റെ ഉടമ്പടി. ഞാൻ അമ്മയോട് ചേർന്ന് തന്നെ നിന്നുകൊണ്ട് ആ ഉടമ്പടി നേരെ എല്ലാ 3 മാസം കൂടുമ്പോൾ പുതുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ 2021 ആയപ്പോഴേക്കും കൊറോണ ആയതുകൊണ്ട് അടച്ച് എൻ്റെ മോൻ ഗൂഗിൾ മീറ്റിൽ കയറി 2021 നവംബർ 21-ാം തീയതി ഗൂഗിൾ മീറ്റിൽ കയറി എൻ്റെ മോൻ അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ അവൻ കോട്ടയം ബ്രില്യൻറ്റിൽ നീറ്റ് ചെയ്യാൻ ഒരുങ്ങി 10 മാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നീ അത് ചെയ്യണ്ട, നീ IELTS പഠിച്ച് പുറത്തേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാനാണ് താല്പര്യം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിനെന്താ അച്ഛൻ, അത് കിട്ടണ വരെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ ആ പ്രാർത്ഥനയിൽ അമ്മയുടെ ലൈറ്റ് ആൻഡ് ക്യാൻഡിലിട്ടു, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ അവൻ ഞങ്ങളുടെ കുടുംബം തന്നെ പ്രാർത്ഥനയിൽ നിരന്തരമായി നിന്നുകൊണ്ടുള്ള ഫലമായി അവന് ഒക്ടോബർ 27-ാം തീയതി PT എഴുതി ഓവറോൾ 7.5ഉം ഇൻഡിവിജ്വൽ 7 അവൻ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പഠിക്കാൻ പോകാൻ ഇടവരികയും അവൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും പിടിപിടിയും നടക്കുകയും ഡിസംബർ 15-ാം തീയതി ഓസ്ട്രേലിയൻ ബോർഡർ തുറക്കുകയും അതിനുശേഷം ജനുവരി 6-ാം തീയതി അവൻ്റെ വിസ വരികയും ജനുവരി 12-ാം തീയതി അവൻ ഓസ്ട്രേലിയയിലെത്തി. എൻ്റെ മോനത് പോണതിന് മുമ്പ് ഇവിടെ സാക്ഷി പറഞ്ഞിട്ടാണ് പോയത്. അതിന് ശേഷമുള്ള സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മോൻ അവിടെ ചെന്ന് പാർട്ട് ടൈം ജോലിയിലേക്ക് കയറാമെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും 1 വർഷം 6 മാസം കഴിഞ്ഞ് കയറേണ്ട അങ്ങനെയുള്ള സാഹചര്യമാണ്. പക്ഷേ നമ്മളവിടെ ചെന്നു, നമുക്ക് ആരും നമ്മുടെ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ മോൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് എത്രയും വേഗം ഒരു പാർട്ട് ടൈം ജോലി ആവശ്യമാണ്. അങ്ങനെ അവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള ആളായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ആ മോൻ പറഞ്ഞൊരു വാക്കാണ്, അമ്മ എന്തിനാ വിഷമിക്കണേ, ഞങ്ങൾ അവന് അത് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാർച്ച് 9-ാം തീയതി വന്ന് ഇവിടെ നിയോഗം വെച്ചു. മാർച്ച് 14-ാം തീയതി എൻ്റെ മോന് നല്ലൊരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ പിന്നെ എൻ്റെ മോന് ജോലിക്ക് പോകാൻ തടസ്സം എന്ന് പറഞ്ഞാൽ ബസ് കയറി 1 മണിക്കൂർ വേണം നമ്മൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്താൻ. പക്ഷേ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് പോവാം. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഇവൻ്റെ വണ്ടി കണ്ടപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ വണ്ടി എടുക്കണ്ട, അവന് ആ മാതാവ് കൊടുക്കണ വണ്ടി അതല്ല എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് തോന്നി, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവനിപ്പോൾ വണ്ടി എടുക്കണ്ട, അച്ഛൻ പറഞ്ഞില്ല. അപ്പോൾ അവന് മമ്മി ഞാൻ നടന്നു വന്നെ കണ്ടില്ലേ. അങ്ങനെ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ മോൻ പറയുമ്പോൾ ഞാൻ എന്നിരുന്ന് കരയും, മാതാവേ എൻ്റെ മോന് എന്തോ ഒരു കഷ്ടപ്പെടും. പക്ഷേ അവിടെയുള്ള ഒത്തിരി മലയാളികൾ, നമ്മളിവിടെ നിന്നും വിചാരിക്കാത്ത മക്കൾ പോലും എൻ്റെ മോനെ വന്ന് എല്ലാ ദിവസവും അവൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലിക്ക് കൊണ്ടുപോവുകയും അവരോടൊന്നും തീരാത്ത നന്ദി എനിക്ക് മാതാവിനോട് പറയാനുണ്ട്. കാരണം മാതാവ് അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയാൻ കാരണം ഓസ്ട്രേലിയയിലുള്ള ഒരു സാറിൻ്റെ അമ്മയാണ് ആ ഏജൻസി വഴിയാണ് പോയത്. ആ അമ്മയുടെ കൂടെ എൻ്റെ മോൻ ഓസ്ട്രേലിയയിൽ എത്താനും ആ സാറിൻ്റെ വിവേക് എന്ന് പറഞ്ഞ സാറാണ്. ആ സാർ ഒത്തിരി നമുക്ക് സപ്പോർട്ടും എൻ്റെ മോനെ എന്ന് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ മാതാവ് ഞങ്ങൾക്ക് വഴിയാക്കി കാണിച്ചു തന്ന ഒരു സാറാണത്. അങ്ങനെ ഈ വണ്ടിയുടെ ഞാൻ നിയോഗം വെച്ചായിരുന്നു. ഇങ്ങനെ വെച്ച് സെപ്റ്റംബർ 8-ാം തീയതി മാതാവ് എൻ്റെ മോന് സെപ്റ്റംബർ 8-ാം തീയതി അച്ഛൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ടായിരുന്നു, മാതാവ് സെപ്റ്റംബർ 8-ാം തീയതി എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ മോനൊരു വണ്ടി കൊടുക്കണം, അത് എനിക്ക് 2 അടയാളം വേണം, എന്നാലേ ആ വണ്ടി ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഗ്രേ കളറ് അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കണം. ആ നമ്പർ പ്ലേറ്റുമേ 8 എന്നുള്ളൊരു അക്കം കൂടിയും ഉണ്ടാവണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പം ആഗസ്റ്റ് ലാസ്റ്റായി, വണ്ടികളൊന്നും കിട്ടണില്ല, എല്ലാത്തിനും ഭയങ്കര വില. പിന്നെ ഇവന് വന്ന വണ്ടികളെല്ലാം ബ്ലൂ കളർ വണ്ടിയാണ്. അങ്ങനെ ഇരിക്കില്ലേ, പെട്ടെന്നാണ് അവന് ആഗസ്റ്റ് 31-ാം തീയതി ഒരു ഗ്രേ കളറുള്ള വണ്ടിയും നമ്പർ പ്ലേറ്റിൽ 8 എന്നുള്ളൊരു അക്കം കൂടിയുള്ളൊരു വണ്ടി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, മമ്മി ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ ആ വണ്ടി എടുത്തോ, കാരണം മാതാവ് നിനക്ക് തന്ന ഗിഫ്റ്റാണത്. അങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ മോനെ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അവനത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും അവനത് ആ ഒരു വിശ്വാസം എൻ്റെ മോനിൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കുവാനും സാധിച്ചു. അതേപോലെ തന്നെ എനിക്ക് ഈ ബ്രസ്റ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ വീട്ടിൽ പറയില്ല, എനിക്ക് പേടിയാണ്. ടെസ്റ്റുകൾ ചെയ്യാൻ പോയാൽ എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ ഒത്തിരി പച്ചമരുന്നുകളോ അല്ലെങ്കിൽ വിക്സൊക്കെ തേച്ചാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് കുരിശിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്ത് അസുഖം വന്നാലും എനിക്ക് താങ്ങാനുള്ളൊരു ശേഷി തന്നാൽ മതി, എനിക്ക് പേടിയാന്ന് പറയാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അസുഖത്തിനെ കുറിച്ചുള്ളത് അച്ഛൻ്റെ മരിയൻ ധ്യാനത്തിലൂടെ അച്ഛനൊരു വെളിപാട് കൊടുക്കണമെന്ന് പറയാണ്. അങ്ങനെ മാർച്ച് മാസത്തിൽ അച്ഛൻ്റെ ഒരു ധ്യാനം നടന്നിരിക്കുമ്പോൾ അച്ഛൻ പറയാണ്, നാവിൽ കുരിശിട്ട് പ്രാർത്ഥിക്കണ 6 പേരെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കുരിശിട്ട് പ്രാർത്ഥിക്കണ 6 മക്കളെ കാണിക്കുന്നുണ്ട്, അവരിവിടെ കയറി സാക്ഷ്യം പറയണമെന്ന് പറയാണ്. ഇന്ന് വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. അതേപോലെ എൻ്റെ മോൻ ഓസ്ട്രേലിയയിൽ വെച്ച് അവൻ നേഴ്സിംഗാണ് എടുത്തേക്കണേ, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ അവൻ ഗ്ലൗസ് ഇട്ട് ഇപ്പോൾ അവന് പെട്ടെന്ന് ഒരു അലർജി പോലെ വന്നു. പക്ഷെ നമുക്ക് സഹിക്കില്ലേ, ആ കൈ അങ്ങനെ ഒരു വിഗൂര രൂപമായിട്ട് വന്ന സമയത്ത് ഇവൻ ഇവിടെ മരിയന്ധ്യാനം നടക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞു, മമ്മി എൻ്റെ കൈ കണ്ടുവെന്ന് ചോദിച്ചു. അപ്പം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ താഴെയുള്ള മോനും കൂടി ഇരുന്ന് ഇത് കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അവനും അവിടെ ഇരുന്ന് ഈ മരിയന്ധ്യാനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നീ മാതാവിൻ്റെ തൈലെടുത്ത് വിശ്വാസത്തോടെ ചെയ്യാൻ പറയാണ്. അങ്ങനെ അവൻ ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ കൈയുടെ പാടൊന്ന് പയ്യനൊന്ന് കുറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കഴിയണതിൻ്റെ ആ ലാസ്റ്റ് നിമിഷമായപ്പോൾ എൻ്റെ മോനൊരു പടം ഇടാണ്, പൂർണ്ണമായിട്ടും ആ കൈ അവൻ്റെ ആദ്യം എങ്ങനെ ഇരുന്നോ ആ കൈയായിട്ട് അവന് തിരിച്ചു വന്നൊരു ഭാഗം. അത് ഞങ്ങളുടെ കുടുംബത്തിന് ഓരോ അടയാളങ്ങളിൽ നിന്നും മാതാവ് വിശദീകരിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ നടയിൽ വന്നപ്പോൾ അമ്മോട് ഞാൻ പറയായിരുന്നു, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം കാണിച്ചു തരുമോന്ന്. ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്ത് എൻ്റെ പ്രത്യക്ഷീകരണ തിരികൾ 3 മാസം ഞാൻ പുതുക്കുമ്പോഴും ആ തിരികൾ എല്ലാം ഗ്രേ കളറിൽ ആയി വന്നുകൊണ്ട് ഇതിപ്പോൾ എന്നെ വീട്ടിൽ കളിയാക്കും, നമ്മുടെ വീടിൻ്റെ ചൂടും കൊണ്ടാണ് അങ്ങനെ ആവണേന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വന്ന ഒരു വ്യക്തികളുടെയും ആ നീലത്തിരി ഗ്രേ കളർ ആവാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്, എൻ്റെ കുടുംബത്തിലൂടെ അനേകം മക്കൾക്ക് ഇതൊരു വലിയൊരു സാക്ഷിയാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ഇതിലേക്കൂടെ തന്നെ ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക്, നിങ്ങളെങ്ങനെ എത്ര മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിൻ്റെ അനുഗ്രഹം എന്താണ്, മാതാവിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ഒത്തിരി പേർക്ക് ഞങ്ങളുടെ കുടുംബം വഴി സാധിച്ചു. അത് ഒത്തിരി അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും പ്രത്യേകമായി ജോസഫച്ചന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് ജോസഫച്ചൻ്റെ ആ ഉടുപ്പിലൊന്ന് തൊടാൻ മാത്രമാണ് ആഗ്രഹിച്ചത്. 12 വർഷമായ ആ രക്തസ്രാവകാരി ആ ഈശോയുടെ രൂപത്തിൽ ഇതിൽ തൊട്ട പോലെ
അത് എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഇനിയും മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി ഇനിയും ഈ അൾത്താരയിൽ ഒരേ അടയാളങ്ങളായി പറയാൻ എനിക്കൊരു വലിയ അനുഗ്രഹം തന്നെയെന്ന് മാതാവിനോട് തിരുക്കുമാനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അലൻ ലൂയിസ്. ഞാൻ തൃശ്ശൂർ ലത്തിൻ പള്ളി ഇടവകങ്കാണ്. ഞാൻ ആഗസ്റ്റ് മാസം ആണ് ഞാൻ ഇവിടെ, ആഗസ്റ്റ് അവസാനത്തിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഉടമ്പടി എടുക്കാൻ. ഞാൻ PSC എനിക്ക് അഡ്വൈസ് ലഭിച്ചു, പക്ഷേ അപ്പോയിൻമെൻറ്റ് ലഭിച്ചില്ല. അതിനെ തുടർന്ന് ഞാൻ കുറേ കേസിനൊക്കെ പോയി. പക്ഷേ അവസാനം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ കേസായിട്ട് തന്നെ ഒരു 1.5 ലക്ഷം രൂപ ഞാൻ ചിലവാക്കിയും അതിനുശേഷം ഒരു തീർപ്പാവാതെ അനുകൂലമായി വിധിയൊക്കെ കിട്ടി. പക്ഷെ അപ്പോയിൻമെൻറ്റ് കിട്ടണില്ല, ഇങ്ങനെ നീണ്ടു പോവാണ്. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പറയാൻ സാധിച്ചത് VHSCയിൽ NSQF എന്ന് പറഞ്ഞൊരു കോഴ്സ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വേക്കൻസികളിലേക്ക് വിഷയങ്ങളിലേക്കെല്ലാം, അതായത് LTA എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ്, ഈ ഇൻസ്ട്രക്ടർ ടീച്ചർ, അതിൽ ഈ തസ്തികകളിലേക്കൊന്നും അപ്പോയിൻമെൻറ്റ് നടത്തരുതെന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താൽക്കാലികമായിട്ട് നിയമന നിരോധനം. ഈ NSQF വന്നപ്പോൾ ഈ തസ്തിക വേണ്ടാന്ന് നയിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ പറമ്പ് വിറ്റിട്ട് പണിക്കാരെ വേണ്ടാന്നുള്ള പോലെയാണ്. അപ്പോൾ അതിന് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോണു എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ നിയമനമൊക്കെ നിർത്തിവെച്ചിരുന്നത്. അപ്പം അതുമൂലം ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും തന്നെ ഒരു സുപ്രീം കോടതിയിലത്തെ ഞങ്ങൾ കേസിന് അവിടെ കേവിയറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വക്കീൽ എൻ്റെ മെസ്സേജ് കണ്ടു, ഇത് അവിടെ കേസ് അവരുടെ രജിസ്റ്റർ ആയിട്ടുണ്ട്, അപ്പോൾ സുപ്രീം കോടതിയിൽ പെട്ടെന്ന് കേസാവും. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ 2-3 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ അവിടെ കേസ്